ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം തുടരും. ഇന്ന് 3 പേരെ കൂടി മോചിപ്പിക്കും. ഇതോടൊപ്പം പലസ്തീൻ ബന്ദികളെ ഇസ്രയേലും മോചിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ഉണ്ട്. ബനീഷ, ഇന്ന് ആരൊക്കെയാണ് മോചിപ്പിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഗാസ വെടിനിർത്തൽ കരാറിന്റെ 1ാം ഘട്ടത്തിലെ 6ാം ബന്ദിമോചനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 3 പൗരന്മാരെയാണ് ഇന്ന് ഹമാസ് മോചിപ്പിക്കുന്നത്. സാഷ തുഫ്രാനോവ്, സഗൂയി ഡെക്കെൽചെൻ, യേർഹോൺ എന്നിവരെയാണ് ഇന്ന് ഹമാസ് മോചിപ്പിക്കുക. യഥാക്രമം ഇവർ റഷ്യ, അമേരിക്കൻ, അർജന്റീനിയൻ വംശജരാണ്. ഇന്നലെയാണ് മോചിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ലഭിച്ചതായി ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്ഥിരീകരിച്ചിരുന്നു. പകരം ഇസ്രയേൽ ബന്ദികൾക്ക് പകരമായി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 36 പേരെ ഉൾപ്പെടെ 369 പലസ്തീൻ തടവുകാരെയായിരിക്കും ഇന്ന് ഇസ്രയേൽ മോചിപ്പിക്കുക. ഒരു ഘട്ടത്തിൽ ബന്ദിമോചനം സാധ്യമാകില്ല, ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കും എന്ന ഒരു പോയിന്റിൽ നിന്നാണ് വീണ്ടും ഇന്ന് ഗാസയിൽ ബന്ദിമോചനം നടക്കുന്നത്. ഫെബ്രുവരി 11-നാണ് ഹമാസ് ഇന്ന് നടക്കാൻ പോകുന്ന ബന്ദിമോചനം താൽക്കാലികമായി അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മരവിപ്പിക്കുകയാണെന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഹമാസിന്റെ ഈ പിന്നോട്ട് പോക്ക്. കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഗാസ ഏറ്റെടുക്കും, പലസ്തീൻ ജനതയെ സമീപ രാജ്യങ്ങൾ ഏറ്റെടുക്കണം എന്ന് തുടങ്ങിയ വിവാദ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഹമാസ് ഈ കരാറിൽ നിന്നും പിന്നോട്ട് പോകുന്നതായി വ്യക്തമാക്കിയത്. തുടർന്ന് ഇസ്രയേലിൽ അടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെച്ചിരുന്നു. തുടർന്ന് അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള ഒരു മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു ബന്ദി കൈമാറ്റം സാധ്യമാകുന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിലൂടെ ഹമാസ് ബന്ദിയാക്കിയവരിൽ 33 പേരെയും ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന 2000-ഓളം പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുന്നതാണ് ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. കരാർ പ്രകാരം ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇതുവരെ 5 തായ് പൗരന്മാരെ അടക്കം 21 ബന്ദികളെയാണ് ഹമാസ് ഇതുവരെ മോചിപ്പിച്ചിട്ടുള്ളത്. 766 പലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ വിട്ടയച്ചിട്ടുണ്ട്. സംഗീതം. ശരി ബനീഷ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്.